ഡിയർ ഫ്രണ്ട്സ്, ജനറൽ നോളജിന്റെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC GD കോൺസ്റ്റബിളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഏരിയാസ് ഒക്കെ നിങ്ങൾ ഒരുവിധം ഫസ്റ്റ് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. ആൻഡ് ഇനി റിവിഷൻസ് മാത്രമേ പെൻഡിങ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്നുള്ളതും. അതുപോലെ തന്നെ ഏത് പോർഷൻസ് ഏതെങ്കിലും നമ്മൾ അറിയാണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ജനറൽ നോളജ്, നമ്മൾ ആദ്യത്തെ സെഷനിൽ തന്നെ പറയുന്നു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജനറൽ നോളജ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ സെഷന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ദ സ്വരാജ് പാർട്ടി? ഹു ഫൗണ്ടഡ് ദ സ്വരാജ് പാർട്ടി? സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക് ആൻഡ് ലാലാ ലാജ്പത് റായ്, മഹാത്മാഗാന്ധി ആൻഡ് BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു ആൻഡ് മോത്തിലാൽ നെഹ്റു. ഇതിൽ ആരായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വരാജ് പാർട്ടി എപ്പോഴാണ് ഫോം ചെയ്തത്? 1923 സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. ഈ പാർട്ടി ഫോം ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1922 വരെ നടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, വളരെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. എന്നാൽ ചൗരി ചോര ഇൻസിഡന്റിന് ശേഷം ഗാന്ധിജി ആ മൂവ്മെന്റ്, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്തു. ഓക്കെ, സോ അതില് വളരെ അൺഹാപ്പി ആയ കുറച്ചു പേരുണ്ടായിരുന്നു. അതിലെ 2 പേര്, അതാണ് നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റു. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 1923 ഫോം ചെയ്തതാണ് നമ്മുടെ സ്വരാജ് പാർട്ടി. ഓക്കെ, അപ്പൊ സ്വരാജ് പാർട്ടി 1923 ഫോം ചെയ്തത്. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഏത് മൂവ്മെന്റ് ഫെയിൽ അല്ലെങ്കിൽ വിഡ്രോ ചെയ്തപ്പോഴാണ് ഇത് ഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി വിഡ്രോ ചെയ്തപ്പോൾ ഫോം ചെയ്ത പാർട്ടിയാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി സ്വരാജ് പാർട്ടി 1923. എന്നാൽ 1925 CR ദാസിന്റെ മരണത്തിന് ശേഷം മോത്തിലാൽ നെഹ്റു വീണ്ടും നമ്മുടെ INC ജോയിൻ ചെയ്യുകയായിരുന്നു. ഓക്കെ, സോ ആരായിരുന്നു? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് 1923 സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ്. അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? മഹാത്മാഗാന്ധിയാണോ, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നോ, അതോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നോ? ഇതിൽ ആരായിരുന്നു നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കാനായിട്ട് ഫോം ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആരായിരുന്നു അതിന്റെ ചെയർമാൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്നറിയപ്പെടുന്നത് ആരാണ്? BN റാവു ആണ്. ഓക്കെ, അപ്പൊ ആ പേര് ഓർത്തു വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ BN റാവു ആണ്. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ 2018 പ്രേംജി, അസീം പ്രേംജി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രേംജി വാസ് കൺഫേർഡ് വിത്ത് ഷെവലിയർ ഡി ലാ ലിജിയൻ ഡി ഓണർ. ഓക്കെ, ഫ്രഞ്ച് ആണ്, അതുകൊണ്ട് പ്രൊനൗൺസിയേഷനിൽ പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കണം. നൈറ്റ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കിട്ടിയതാണ് പ്രേംജിക്ക്. ഓക്കെ, 2018 ഇത് ഏത് കൺട്രിയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്? ഇൻ 2018 പ്രേംജി വാസ് കൺഫേർഡ് വിത്ത് ഷെവലിയർ de la Legion d'Honneur, Knight of the Legion of Honor, which is the highest civilian award of which country? Germany, France, Spain or Britain? ഏത് കൺട്രിയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് ഈ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് 2018 അസീം പ്രേംജിക്ക് കിട്ടിയത്. നാലാമത്തെ ചോദ്യം നോക്കാം. ഹു ഹോൾഡ്സ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ എ ഫുഡ് പിരമിഡ്?
ഫുഡ് പിരമിഡിനെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റു വേർഡ്സ് ആണ്. ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയാറുണ്ട്, എനർജി പിരമിഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഫുഡ് പിരമിഡിന്റെ ഹയസ്റ്റ് പൊസിഷൻ ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണോ ഓക്യുപ്പൈ ചെയ്യുന്നത്? മാൻ ആണോ, ലയൺ ആണോ, ഈഗിൾ ആണോ, അതോ സ്നേക്ക് ആണോ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രാം ആണ് ഇങ്ങനെ പിരമിഡ് പോലെ ഇരിക്കുന്നത്, നമ്മുടെ ഫുഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ലോവസ്റ്റ് ലെവലിൽ കുറച്ച് ഓർഗാനിസംസ് ഉണ്ടാകും, പിന്നെയും കുറച്ച് ഓർഗാനിസംസ് ഉണ്ടാകും. ആൻഡ് ഇതിന്റെ അപ്പെക്സിലുള്ള ഓർഗാനിസം ഏതാണ്? അതാണ് ഹയസ്റ്റ് പൊസിഷൻ. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോവസ്റ്റ് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സയൻസിൽ പഠിച്ചിരിക്കുന്ന, ലൈഫ് സയൻസിൽ പഠിച്ചിട്ട് ഒന്നാണ് പ്രൊഡ്യൂസേഴ്സ് ആരാണെന്ന്. പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ്, അവരാണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ലോവസ്റ്റ് ലെയർ ഓക്യുപ്പൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഹെർബിവോസ് ആണ്. ഓക്കെ, ഈ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഹെർബിവോസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ കാർണിവോസ്. ഓക്കെ, കാർണിവോസ് എന്താണ്? ആനിമൽസിനെ, മറ്റുള്ള ആനിമൽസിനെ തിന്നുന്ന ഓർഗാനിസംസ്, അതാണ് കാർണിവോസ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഒമിനിവോസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ പറയുന്നത്. ഒമിനിവോസ് എന്താണ്? അത് ഒരു നോൺ വെജും കഴിക്കും, വെജിറ്റബിൾസും കഴിക്കും. ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെയും ഹെർബിവോസിനെയും കാർണിവോസിനെയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഹയസ്റ്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതാണ് ഓപ്ഷൻ എ, മാൻ. Which of the following is not the role of Food Corporation of India, FCI? FCIന്റെ റോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ensuring that farmers are not forced to sell their product below MSP, making laws related to agricultural credit and indebtedness, procurement of buffer stock, setting up purchase centers to buy produce from the farmers. ഇതിൽ ഏതാണ് FCIന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MSP എന്താണ്? MSP എന്താണെന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അതും കൂടി നമുക്ക് ഇതിനോട് ക്ലബ് ചെയ്യാം. MSP എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. MSP എന്ന് പറയുന്നത് എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ഓക്കെ, സോ ഈ മിനിമം സപ്പോർട്ട് പ്രൈസിന് താഴെ നമ്മൾ ഫാമേഴ്സ് ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരുടെ പ്രൊഡക്ഷൻസ് ഒന്നും വിൽക്കേണ്ടി വരരുത് എന്നുള്ളത് എൻഷുർ ചെയ്യുക FCIന്റെ ഒരു റോളാണ്. അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റ് ഓഫ് ബഫർ സ്റ്റോക്ക്, അതും FCIന്റെ റോളാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് പർച്ചേസ് സെന്റേഴ്സ്, അതും FCIന്റെ റോളാണ്. റോൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, മേക്കിംഗ് ലോസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻഡെപ്റ്റഡ്നെസ്. ഇത് FCIന്റെ റോൾ അല്ല. പിന്നെ ഇത് ആരുടെ റോളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നബാർഡിന്റെ റോളാണ്. ഓക്കെ, NABARD, നബാർഡിന്റെ റോളാണ് ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റും അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളിൽ ലോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതിൽ ഏത് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹു ഇസ് ദ വിന്നർ ഓഫ് മാൻ ബുക്കർ അവാർഡ് 2018 ഫോർ ദ ബുക്ക് മിൽക്ക്മെൻ? 2018 മാൻ ബുക്കർ പ്രൈസ് ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്കിന്റെ പേര് മിൽക്ക്മെൻ എന്നാണ്. അന്ന ബേൺസ്, ഡേസി ജോൺസൺ, റിച്ചാർഡ് പവേഴ്സ്, റോബിൻ റോബർട്ട്സൺ. ഇതിൽ ആർക്കാണ് മാൻ ബുക്കർ അവാർഡ് 2018 കിട്ടിയിരിക്കുന്നത്? ബുക്കിന്റെ പേര് മിൽക്ക്മെൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്ന ബേൺസ് ആണ്. ഓക്കെ, അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ബുക്കർ അവാർഡ്സ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. സോ 2020 ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്, ബുക്കർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഡോഗ്ലസ് സ്റ്റുവർട്ടിനാണ്. ആൻഡ് 2021 കിട്ടിയിരിക്കുന്നത് ഡെമൺ ഗാൽഗിറ്റിനാണ്. ഓക്കെ, അപ്പൊ ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. 2021 കിട്ടിയിരിക്കുന്ന ഏത് ബുക്കിനാണെന്ന് ചോദിച്ചാൽ ദ പ്രോമിസിനാണ്. ഓക്കെ, ദ പ്രോമിസിന് വേണ്ടിയിട്ട് ഡെമൺ ഗാൽഗിറ്റിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് 2021. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ചൈനീസ് ബിസിനസ് ടൈക്കൂൺ റീസെന്റ് സ്റ്റെപ്പ് ഡൗൺ ഫ്രം അലിബാബ? അലിബാബ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് അല്ലെ. സോ അലിബാബ, ആ കമ്പനി ദാറ്റ് ഹി കോ ഫൗണ്ടഡ്, ഈ കമ്പനിയുടെ കോ ഫൗണ്ടറും കൂടി ആയിരുന്ന ഒരു ചൈനീസ് ബിസിനസ് ടൈക്കൂൺ ഇപ്പൊ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാക്ക് മാ, ലീ ജൂൻ, ഡാനിയൽ സാങ് ഓർ ഗുവോ ഗ്വാങ്ചാങ്. ഇതിൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജാക്ക് മാ. ജാക്ക് മാ ആയിരുന്നു അലിബാബയുടെ കോ ഫൗണ്ടർ. അദ്ദേഹം ഇപ്പോ സ്ഥാനമൊഴിഞ്ഞു. അടുത്ത ചോദ്യം, ഹു ഡിസൈൻ സ്വരാജ് ഫ്ലാഗ് ഇൻ 1921?
സ്വരാജ് ഫ്ലാഗ് 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, ബാലഗംഗാധർ തിലക് ഓർ പിംഗാലി വെങ്കയ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് പിംഗാലി വെങ്കയ്യയാണ്. എന്നാൽ സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. Which major cities are connected by Golden Quadrilateral Superhighway? Golden Quadrilateral Superhighways കണക്ട് ചെയ്യുന്നത് ഏതെല്ലാം സിറ്റീസിനെയാണ്? ഡൽഹി, വാരണസി, ചെന്നൈ, പൂനെ, ഡൽഹി, ധൻബാദ്, വിശാഖപട്ടണം, സൂറത്ത്, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, അങ്കോല, മുംബൈ. ഇതിൽ ഏത് സിറ്റീസിനെ കണക്ട് ചെയ്യുന്നതാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ സൂപ്പർ ഹൈവേ? ശരിയായ ഉത്തരം എന്താണ്? മെട്രോ സിറ്റീസ് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഇതിനെ 4 കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ സൂപ്പർ ഹൈവേ. 11ാമത്തെ ചോദ്യം നോക്കാം. പാർട്ട് ഓഫ് ദ ലീഫ് ബൈ വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം. പാർട്ട് ഓഫ് ദ ലീഫ് by which it is attached to the stem is called midrib, stipule, vein or petiole. ഇവിടെ ലീഫിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. സോ ക്ലാസ് കാണാത്തവര് നേരിട്ട് നമ്മൾ യൂട്യൂബിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലീഫ്, ഈ സ്ട്രക്ചർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മുടെ ലീഫ് എന്ന് പറയുന്നത്. ഈ ലീഫിനെ നമ്മൾ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഈ ചെറിയ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിന്റെ പേരാണ് ഇത് പീറ്റിയോൾ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി പീറ്റിയോൾ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇനി ബാക്കിയുള്ള ടേംസും കൂടി നമുക്ക് നോക്കാം. മിഡ്രിബ്. മിഡ്രിബ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലീഫ്, ഒരു ലീഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ കൂടി പോകുന്ന മെയിൻ ഒരു വെയിൻ ഉണ്ടല്ലോ, തിക്ക് ആയിട്ടുള്ളത്, അതാണ് അതിന്റെ മിഡ്രിബ്. ഓക്കെ, ബാക്കിയുള്ള ബ്രാഞ്ചസ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ, അതാണ് അതിന്റെ മറ്റുള്ള വെയിൻസ്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ വെയിൻസ് എന്ന് പറയും. നടുക്കൂടി പോകുന്നതിന് നമ്മൾ മിഡ്രിബ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയില്ലേ? അടുത്തത് പീറ്റിയോൾ. പീറ്റിയോൾ നമ്മൾ പറഞ്ഞു ലീഫിനെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്നത് പീറ്റിയോൾ വെച്ചാണ്. ആൻഡ് ഈ പീറ്റിയോളിന്റെ 2 വശത്തുമായിട്ട് ഇങ്ങനെ കുഞ്ഞ് തോൺ പോലെ ഇരിക്കുന്ന, മുള്ളു പോലെ ഇരിക്കുന്ന കുഞ്ഞ് പച്ച കളർ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? 4 മിഡ്രിബ് എന്താണ്, സ്റ്റിപ്യൂൾ എന്താണ്, വെയിൻ എന്താണ്, പീറ്റിയോൾ എന്താണ്? പീറ്റിയോൾ ആണ് ലീഫിനെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ഹിന്ദുസ് ഇൻ മഹാരാഷ്ട്ര ഈസ് റെഫേർഡ് ടു ബൈ വിച്ച് നെയിം? ഉഗാഡി, പൊങ്കൽ, വിഷു ഓർ ഗുഡി പാഡ്വ? ഇതിൽ ഏതാണ് ഹിന്ദുസിന്റെ ന്യൂ ഇയർ? മഹാരാഷ്ട്രയിൽ അതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉഗാഡി എന്നാണ്. ഉഗാദി എവിടത്തെയാണ്? കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഭാഗത്തുള്ളതാണ് ഉഗാദി. പൊങ്കൽ ന്യൂ ഇയർ അല്ല. ഓക്കെ, വിഷു. വിഷു നമ്മുടെ കേരളത്തിലെ ന്യൂ ഇയർ ആണ്. ശരിയായ ഉത്തരം മഹാരാഷ്ട്രയിലെ ന്യൂ ഇയറിന്റെ പേര് ഗുഡി പാഡ്വ എന്നാണ്. ഓക്കെ, ഗുഡി പാഡ്വയാണ് ഹിന്ദുസിന്റെ ന്യൂ ഇയർ ഇൻ മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം. രാംനാഥ് ഗോയങ്ക അവാർഡ്. രാംനാഥ് ഗോയങ്ക അവാർഡ് ഇസ് given in which field of excellence? ഏത് ഫീൽഡിലാണ് നമ്മൾ രാംനാഥ് ഗോയങ്ക അവാർഡ് കൊടുക്കുന്നത്? സ്പോർട്സ് ആണോ, വിമൻ എംപവർമെന്റ് ആണോ, സയൻസ് ആൻഡ് ടെക്നോളജി ആണോ, അതോ ജേർണലിസം ആണോ? ശരിയായ ഉത്തരം ജേർണലിസം ആണ്. ജേർണലിസമിന്റെ ഫീൽഡില് 2006 മുതൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് രാംനാഥ് ഗോയങ്ക അവാർഡ്. ഓക്കെ, what is road density indicate? What does road density indicates? Road density എന്ന് പറയുന്നത് length of road per 100 square kilometer of land area, length of road per 1000 kilometers of land area, length of road per 1000 square kilometers of land area, or length of road per 100 kilometers of land area. ഇതിൽ ഏതാണ് road density എന്ന് പറയുന്നത്? road density എന്ന് പറയുന്നത് length of road per 100 square kilometer of land area ആണ്. ഓക്കെ, അപ്പോൾ length of road per 100 square kilometers of land area ആണ് നമ്മൾ road density എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. മാഗ്നസ് കാൾസൺ is associated with which games? നമ്മൾ ഇതുപോലത്തുള്ള പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പൊ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് സ്പോർട്സ് പേഴ്സൺസിന്റെ പേര് കൊടുത്തിട്ട് ഇവർ ഏത് സ്പോർട്സും ഏത് ഗെയിംസുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത്. സോ മാഗ്നസ് കാൾസൺ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിംസ്? ഫുട്ബോൾ ആണോ, ടെന്നീസ് ആണോ, ചെസ് ആണോ, അതോ ക്യാരംസ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി
ചെസ് ആണ്. ഓക്കെ, ചെസ് പ്ലെയർ ആണ് മാഗ്നസ് കാൾസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ക്രോപ്പ് ഗ്രോസ് ഇൻ ബ്ലാക്ക് സോയിൽ? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ക്രോപ്പാണ് ബ്ലാക്ക് സോയിലിൽ നന്നായിട്ട് വളരുന്നത്? ബ്ലാക്ക് സോയിലിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് റിഗർ സോയിൽ എന്നുള്ളത്. ഓക്കെ, കാഷ്യൂ ആണോ, ഷുഗർ കെയിൻ ആണോ, ടീ ആണോ, അതോ കോട്ടൺ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് സോയിലിനെ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ കോട്ടണിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോയിലാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. കാരണം ഇതിന് കുറെ നേരം മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഷുഗർ കെയിനിന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അലൂവിയൽ സോയിൽ ആണ് ഷുഗർ കെയിന് ബെസ്റ്റ്. ആൻഡ് കാഷ്യൂ ആൻഡ് ടീ ഗ്രോ ചെയ്യുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് സോയിൽ കോട്ടൺ ആണ്. പാണ്ഡ്വാണി is a folk singing style popular in which state? നമ്മൾ ക്ലാസ്സിൽ ഫോക്ക് ഡാൻസ്, ഫോക്ക് മ്യൂസിക് ഒക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ഓരോ സ്റ്റേറ്റിനെ പറ്റി പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്ക് സോങ് ആണ്, ഫോക്ക് സിംഗിങ് സ്റ്റൈൽ ആണ് പാണ്ഡ്വാനി എന്ന് പറയുന്നത്. ഇത് എവിടുത്തെ, ഏത് സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്നതാണ്? ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഓർ ഉത്തർപ്രദേശ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഛത്തീസ്ഗഡിന്റെ ഫോക്ക് സിംഗിങ് സ്റ്റൈലാണ് പാണ്ഡ്വാനി എന്ന് പറയുന്നത്. ബേസിക്കലി പാണ്ഡ്വാനി എന്ന് പറയുന്നത് മഹാഭാരതത്തിനെ പറ്റിയുള്ള സ്റ്റോറീസ് ആണ്, പാണ്ഡവറിനെ പറ്റിയുള്ള സ്റ്റോറീസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ കാണുന്നത് തീജൻ ബായി ആണ്, വേൾഡ് ഫേമസ് പാണ്ഡ്വാനി ഫോക്ക് സിംഗർ ആണ് തീജൻ ബായി എന്ന് പറയുന്നത്. ഓക്കെ, സോ പാണ്ഡ്വാനി എന്താണ്? ഛത്തീസ്ഗഡിലെ ഫോക്ക് സിംഗിങ് സ്റ്റൈലാണ് പാണ്ഡ്വാനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻസ് ആർ യൂസ്ഡ് ബൈ ദ കോമൺ ടി വി റിമോട്ട് കൺട്രോൾ? ടി വി റിമോട്ട് കൺട്രോളിൽ നമ്മൾ ഏത് ടൈപ്പ് റേഡിയേഷൻസ് ആണ് അതിൽ യൂസ് ആവുന്നത്? ലേസർ ആണോ, ഇൻഫ്രാറെഡ് വേവ്സ് ആണോ, റേഡിയോ വേവ്സ് ആണോ, അതോ അൾട്രാസോണിക് വേവ്സ് ആണോ? ശരിയായ ഉത്തരം എന്താണ്? ടി വി റിമോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ വേവ്സ് ആണോ, ഇൻഫ്രാറെഡ് വേവ്സ് ആണോ, ലേസർ വേവ്സ് ആണോ, അതോ അൾട്രാസൗണ്ട് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇൻഫ്രാറെഡ് വേവ്സ് ആണ് ടി വി റിമോട്ടിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേസർ കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡോർ മിയാമാൻ ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് കണ്ടുപിടിച്ചത് വില്യം ഹേർഷൽ ആണ്. ഓക്കെ, അൾട്രാസൗണ്ട് വേവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 20,000 ഹെർട്സ് ആണ് അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്, സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റേഡിയോ വേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെൻറിക് ഹെർട്സ് ആണ് റേഡിയോ വേവ്സ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ടി വി റിമോട്ടിൽ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. Which of the following is not a rich source of protein? പ്രോട്ടീന്റെ ഒരു റിച്ച് സോഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാം, സോയാബീൻ, വീറ്റ് ഓർ ഫിഷ്? ബോഡി ബിൽഡിങ്ങിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാമായിരിക്കും ഇതിൽ ഏതാണ് പ്രോട്ടീന്റെ ഒരു റിച്ച് സോഴ്സ് അല്ലാത്തത്. ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീറ്റ് ആണ് ഒരു റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ലാത്തത്. ബിക്കോസ് വീറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, വീറ്റ്, റൈസ് ഇതൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ റിച്ച് സോഴ്സ് ആണ്. ബംഗാൾ ഗ്രാം, സോയാബീൻ, ഫിഷ് ഒക്കെ പ്രോട്ടീനിന്റെ നല്ലൊരു സോഴ്സ് ആണ്. 20th question. Southernmost Jyotirlinga is situated in which state? Jyotirlinga is associated with Shiva, God Shiva. Okay, അപ്പം സദേൺ മോസ്റ്റ് ജ്യോതിർലിംഗ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം ഇന്ത്യയിൽ 64 ജ്യോതിർലിംഗാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പക്ഷെ 12 എണ്ണമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഇതില് സദേൺ മോസ്റ്റ് ജ്യോതിർലിംഗ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ആണോ, കർണാടകയാണോ, തമിഴ്നാടു ആണോ, അതോ കേരളത്തിലാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് സൗതേൺ മോസ്റ്റ് ജ്യോതിർലിംഗ ഉള്ളത്. ഓക്കെ, അപ്പൊ നോർത്തേൺ മോസ്റ്റ് എവിടെയാണ്? ഉത്തരാഖണ്ഡിന്റെ കേദാർനാഥിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് നോർത്തേൺ മോസ്റ്റ് ഉള്ളത്. ഓക്കെ, Who said Swaraj is my birthright and I shall have it? Swaraj is my birthright and I shall have it എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധർ തിലകാണോ, ഗോപാലകൃഷ്ണ ഗോഖലെയാണോ, ചിത്തരഞ്ജൻ ദാസ് ആണോ, അതോ ദാദാബായ് നവറോജി ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാലഗംഗാധർ തിലകാണ് പറഞ്ഞത് സ്വരാജ് is my birthright and I shall have it. അടുത്ത ചോദ്യം നമുക്ക് വേഗം നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് were set up in India in association with White Revolution? White Revolution എന്ന് പറയുന്നത്
മിൽക്ക്, ഡയറി പ്രോഡക്ട്സിനോട് റിലേറ്റഡ് ആണ് അല്ലെ. ആരാണ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ ഇൻ ഇന്ത്യ? വർഗീസ് കുര്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു സെഷനിൽ കണ്ടതാണ്, പല പല റെവല്യൂഷൻസിന്റെ ഒക്കെ പേര്. സോ വൈറ്റ് റെവല്യൂഷനിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ വൈറ്റ് റെവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മദർ ഡയറി, പാരസ്, സാരസ് ഓർ അമൂൽ? ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലെ. ഗുജറാത്തിലെ അമൂൽ, ആനന്ദിലുള്ള അമൂലാണ് വൈറ്റ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, ഹാസ് ബീൻ അഡോപ്റ്റഡ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഓരോ സെഷനിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗം നമ്മൾ പല പല കൺട്രീസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഓരോ സെഷനിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക് എന്നുള്ളത്. സോ ഒരിക്കലും പഠിക്കാണ്ട് പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡോപ്ഷൻ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണെന്നുള്ള പോയിന്റ്സ്. DPSP അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണോ, ജർമ്മനിയിൽ നിന്നാണോ, ഫ്രാൻസിൽ നിന്നാണോ, അതോ അയർലാൻഡിൽ നിന്നാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അയർലാൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നതാണ് നമ്മുടെ DPSP. DPSPയുടെ ഫുൾ ഫോം എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. Which of the following aquatic animals do not have gills? ഗിൽസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബ്രീത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെ. aquatic ആനിമൽസിന് ബ്രീത് ചെയ്യാനായിട്ടുള്ളതാണ് ഗിൽസ്. എന്നാൽ ഈ കൊടുത്തിരിക്കുന്ന aquatic ആനിമൽസിൽ ഒരു ആനിമലിന് ഗിൽസ് ഇല്ല. അതാരാണ്? സ്ക്വിഡ് ആണോ, ക്ലോൺ ഫിഷ് ആണോ, വേൽ ആണോ, അതോ ഓക്ടോപസ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വേൽ ആണ്. ഓക്കെ, വേലിന് ഗിൽസ് ഇല്ല. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. റെസ്പിറേറ്ററി ഓർഗൺ ഏതാണ്, എക്സ്ക്രീറ്ററി ഓർഗൺ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ റെസ്പിറേറ്ററി ഓർഗൻസ്, ചില ഓർഗനിസംസും അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഓർഗനിസംസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഏർത്ത്വം, ഏർത്ത്വമിന്റേത് സ്കിന്നിലൂടെയാണ് ഏർത്ത്വം റെസ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത്. വെയിൽ നമ്മൾ പറഞ്ഞു എക്വാട്ടിക് ആണെങ്കിലും അതിന് ഗിൽസ് ഇല്ല. പിന്നെ അതെങ്ങനെയാ ബ്രീത് ചെയ്യുന്നത്? ലങ്സിലൂടെയാണ്. ഓക്കെ, ലങ്സിലൂടെയാണ് വെയിൽസ് ബ്രീത് ചെയ്യുന്നത്. സ്പൈഡർ, സ്കോർപ്പിയോൺ പോലെയുള്ള ഇൻസെക്ട്സ് ബുക്ക് ലങ്സ് വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. എന്താണ് ബുക്ക് ലങ്സ്? കോക്രോച്ച്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെ ഒന്നാണ് കോക്രോച്ച്. കോക്രോച്ച് ട്രക്കിയ വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഫിഷിന് ഗിൽസ് ആണ് ഉള്ളത്. ഫ്രോഗിന് 3 ഓപ്ഷൻസ് ഉണ്ട്. ലങ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട്, ബക്കൽ ക്യാവിറ്റി ഉണ്ട്. ഫ്രോഗിന്റെ കുഞ്ഞിനെ എന്താ പറയാ? ടാഡ്പോൾ എന്നാണ് പറയാ. ടാഡ്പോൾ ഗിൽസ് വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഫ്രോഗ് ആവുമ്പോൾ അത് ലങ്സോ സ്കിന്നോ ബക്കൽ ക്യാവിറ്റി വെച്ചിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസും ആണെങ്കിൽ അവർക്കെല്ലാം ലങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡ് പഠിച്ചു വെക്കുക, റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് സം ഇമ്പോർട്ടന്റ് ഓർഗനിസംസ്. അടുത്ത ചോദ്യം നോക്കാം. The chemical reaction between fuel, അതായത് hydrocarbons, and oxygen resulting in production of heat and light energy is called. കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്? ഫ്യൂവലും ഓക്സിജനുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിയാക്ഷനെ എന്താണ് പറയുന്നത്? കൺവെക്ഷൻ, കമ്പഷൻ, കണ്ടക്ഷൻ ഓർ കാർബണൈസേഷൻ. എന്താ പറയാ? നമ്മള് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് കമ്പസ്റ്റൻ എന്നാണ്. ഓക്കെ, ബേൺ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഓക്സിജനുമായിട്ട് ചേരി. ഓക്സിജന്റെ ആബ്സെൻസിൽ ബേണിംഗ് നടക്കില്ല, നമുക്കറിയാവുന്ന കാര്യമില്ല. നമ്മൾ സ്കൂളിൽ കുഞ്ഞിനെ പഠിച്ചിട്ടുണ്ട്, ക്യാൻഡിൽ കത്തിച്ചിട്ട് ഒരു ഗ്ലാസ് കമത്തി വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ തീരുമ്പോൾ ക്യാൻഡിൽ കെട്ടുപോകുന്നുള്ളത്. ബിക്കോസ് ഓക്സിജന്റെ ആബ്സെൻസിൽ ബേണിംഗ് നടക്കില്ല. അപ്പൊ ഇവിടെ ഫ്യൂവലും ഓക്സിജനും കൂടി കമ്പൈൻഡ് ആവുകയാണ്, അതായത് ബേണിംഗ് നടക്കുകയാണ്. ആ ബേണിങ്ങിനെ എന്താ പറയാ? കമ്പസ്റ്റൻ എന്നാണ് പറയുന്നത്. Brihadeshwara temple at Tanjore. Brihadeshwara temple at Tanjore belongs to which of the religious sects? Alvar, Nainas, Shakta or Vedic? ഇതിൽ ഏത് റിലീജിയസ് സെക്ടിനെ ബിലോങ് ചെയ്യുന്നതാണ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ? ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ പണിയിച്ചത് ആരാണ്? രാജരാജ ചോള ഒന്നാമനാണ് ഇത് പണിയിച്ചത്. ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുമ്പോൾ അത് ലോർഡ് ശിവയ്ക്കുള്ള ഒരു ടെമ്പിൾ ആണ്. ഓക്കെ, അവിടുത്തെ മെയിൻ ഡേറ്റ് എന്ന് പറയുന്നത് ലോർഡ് ശിവയാണ്. ഓക്കെ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു തഞ്ചാവൂരാണ്. കാവേരി നദിയുടെ തീരത്താണ് ഇതിന്റെ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓർത്ത് വെക്കാം. ഇനി ഇത് ഏത് റിലീജിയസ് സെക്റ്റിനാണ് ബിലോങ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം നയനാസ് ആണ്. ഓക്കെ, നയനാസിന് ബിലോങ് ചെയ്യുന്ന ഒരു ടെമ്പിൾ ആണ് ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, Who was the FIFA Player of the Year 2018?
ഫിഫ പ്ലെയർ ഓഫ് ദ ഇയർ. ഫിഫ ആനുവലി അനൗൺസ് ചെയ്യുന്നതാണ് പ്ലെയർ ഓഫ് ദ ഇയർ. അപ്പൊ അത് 2016 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2018 ഇത് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് സലാ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിക് ഓർ ലയണൽ മെസ്സി. ഇതിൽ ആർക്കാണ് ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ 2018 കിട്ടിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലൂക്ക മോഡ്രിക്കിനാണ്. ഓക്കെ, 2018 പറഞ്ഞു. 2019 കിട്ടിയത് ആർക്കാണ്? മെസ്സിക്കാണ് കിട്ടിയത്. ആൻഡ് 2020 കിട്ടിയിരിക്കുന്നത് റോബർട്ട് ലുവൻഡോസ്കിക്കാണ്. ഓക്കെ, ആസ് പെർ ചരക സംഹിത അനുസരിച്ച് ഹൗ മെനി ബോൺസ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ബോഡി? നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട്. ചരക സംഹിതയിൽ എത്ര ബോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 206 തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? അത് 300 ബോൺസ് എന്നാണോ, 306 എന്നാണോ, 360 ബോൺസ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 360 ബോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരക സംഹിതയിൽ 360 ബോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം 206 ബോൺസ് ആണ് ഉള്ളത്. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 300 ബോൺസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ആസ് ദേ ഗ്രോ ഈ ബോൺസ് എല്ലാം ഫ്യൂസ് ചെയ്യും ആൻഡ് വിൽ ഹാവ് 206 ബോൺസ്. അടുത്ത ചോദ്യം, സംഗായി ഫെസ്റ്റിവൽ is celebrated in which state of India? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്. ഇതിൽ എവിടെയാണ് നമ്മൾ സംഗായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മണിപ്പൂർ ആണ്. ഓക്കെ, മണിപ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സംഗായി ഫെസ്റ്റിവൽ. ഇതൊരു ആനുവൽ ഫെസ്റ്റിവൽ ആണ്. നവംബറിൽ 21 തൊട്ട് 30th വരെ. ഓക്കെ, നവംബർ 21 തൊട്ട് 30th വരെ മണിപ്പൂർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആനുവലി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സംഗായി ഫെസ്റ്റിവൽ. When is Human Rights Day celebrated? ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഫെബ്രുവരി 10th, ജാനുവരി 10th, നവംബർ 10th ഓർ ഡിസംബർ 10th? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ഡിസംബർ 10th ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ഏൻഷ്യൻ നെയിം ഓഫ് കോസ്റ്റൽ ഒഡീഷ? കോസ്റ്റൽ ഒഡീഷയുടെ പഴയ എന്താണ്, പ്രാചീന നാമം എന്താണ്? കലിംഗ, കൗശംബി, കാമരൂപ് ഓർ ഖണ്ഡദേശ്. ഇതിൽ എന്താണ് കോസ്റ്റൽ ഒഡീഷയുടെ പ്രാചീന നാമം? ഓക്കെ, നമ്മള് പഠിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി. ഹിസ്റ്ററിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കലിംഗ എന്നാണ്. അശോക ചക്രവർത്തി ഇവിടെ കലിംഗ വോർ നടത്തിയതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒഡീഷയെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്? നമ്മുടെ കൊണാർക്ക് ടെമ്പിൾ ഒഡീഷയിലാണ്. ചിൽക്ക ലേക്ക് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫേമസ് സീ പോർട്ട് ഏതാണ്? പാരാദീപ് സീ പോർട്ട് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഒഡീഷയെ പറ്റി ഓർത്ത് വെക്കുക. കൗശംബിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വത്സല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഓക്കെ, പിന്നെ കാമരൂപ് എന്ന് പറയുന്ന അസാമിന്റെ പഴയ പേരാണ്. അതുപോലെ ഖണ്ഡദേശ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര റീജിയനിന്റെ പഴയ ഒരു പേരാണ്. ഓക്കെ, അപ്പോ കലിംഗ എന്ന് പറയുന്നത് കോസ്റ്റൽ ഒഡീഷയുടെ പ്രാചീന നാമം. Dry ice is a solid form of methane, carbon dioxide, oxygen or ozone. ഇതിൽ ഏത് ഗ്യാസിന്റെ സോളിഡ് ഫോമിലാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോം ആണ്. ഓക്കെ, ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിഡ് ലിക്വിഡ് ആകാണ്ട് നേരെ ഗ്യാസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോം ആണ്. Taimur invaded India during the reign of Akbar, Alauddin Khilji, Firoz Shah Tughlaq, Nasruddin Muhammad Shah Tughlaq. ഇതിൽ ആരുടെ ടൈമിലാണ് തൈമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക്കിന്റെ സമയത്താണ്. ഇദ്ദേഹം തുഗ്ലക് ഡൈനസ്റ്റിയുടെ ലാസ്റ്റ് സുൽത്താൻ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ടൈമിലാണ് തൈമൂർ ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി? ഇതും നമ്മൾ റീസെന്റ് ആയിട്ട് കവർ ചെയ്ത ഒരു സെഷനിൽ പറഞ്ഞതാണ്. എമർജൻസീസിനെ പറ്റി പറഞ്ഞത്, ഏതൊക്കെയാണ് എമർജൻസീസ്, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് ഇതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർക്കാണ് അത് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം? പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 371, 352, 372 or 362? ഇതില് ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ
352 പ്രകാരമാണ് പ്രസിഡന്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. എമർജൻസിന്റെ അണ്ടർ വരുന്ന ആർട്ടിക്കിൾസ് 352 തൊട്ട് 360 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. 352 നമ്മൾ പറഞ്ഞു നാഷണൽ എമർജൻസി ആണ് വരുന്നത്. 356 വരുന്നത് നമ്മുടെ പ്രസിഡൻസ് റൂൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന പ്രസിഡൻസ് റൂള്, അതാണ് 356 വരുന്നത്. ആൻഡ് 360 വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? 3 പ്രാവശ്യം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓർക്കുക 352, 356, 360. 52 നാഷണൽ എമർജൻസി, പിന്നെ സ്റ്റേറ്റിൽ വരുന്ന പ്രസിഡൻസ് റൂള്, ആൻഡ് ലാസ്റ്റ് ഫിനാൻഷ്യൽ എമർജൻസി. Who wrote the book War and Peace? War and Peace എന്ന് പറയുന്ന ബുക്ക് ആര് എഴുതിയതാണ്? വാൾമിയർ പ്യൂട്ടിൻ, ലിയോ ടോൾസ്റ്റോയ്, കാർൽ മാർക്സ് ഓർ ചെക്കോ? ഇതിൽ ആരുടേതാണ് പീസ്, വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ബുക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലിയോ ടോൾസ്റ്റോയ് ആണ്. മഹാത്മാഗാന്ധിയെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ലിയോ ടോൾസ്റ്റോയിന്റെ വർക്ക്സ്. ഓക്കെ, സോ വാർ ആൻഡ് പീസ് ലിയോ ടോൾസ്റ്റോയിന്റെ ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു നോവൽ ആയിരിക്കും അല്ലെ. ഇസ് ഇൻസ്പയർഡ് ബൈ വിച്ച് കൺട്രി? ഇൻസ്പയർഡ് ബൈ വിച്ച് കൺട്രി? ആര് എഴുതിയ ബുക്കാണ്? അരുന്ധതി റോയ് എഴുതിയ ബുക്കാണ്. അരുന്ധതി റോയ്ക്ക് ഇതിനു വേണ്ടി 1997 ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് കൺട്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്? ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് ഓർ നേപ്പാൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യയാണ്. ഇന്ത്യയിലെ കേരളത്തിലെ കോട്ടയം ഡിസ്ട്രിക്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്ന ആ ഒരു ഏരിയ ഇൻസ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്ന വർക്കാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദി ഇക്കണോമിക് സർവേ ഈസ് പബ്ലിഷ്ഡ് ബൈ. ഇക്കണോമിക് സർവേ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, പ്ലാനിംഗ് കമ്മീഷൻ. ഇതിൽ ആരാണ് ഇക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ വർഷം ആനുവലി, അതായത് ആനുവലി യൂണിയൻ നമ്മുടെ ബഡ്ജറ്റിന്റെ മുമ്പ്, യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ഇക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആരാ പ്രസന്റ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് പാർലമെന്റിൽ. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ആനുവൽ എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത പോളിസീസ് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം, അതുപോലെ തന്നെ മെയിൻ പ്രോഗ്രാംസ് അതിന്റെ എങ്ങനെ പെർഫോം ചെയ്തു, ആ നല്ല രീതിയിൽ നടന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ എക്കണോമിക് സർവേയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റിന് മുമ്പ്, യൂണിയൻ ബഡ്ജറ്റിന് മുമ്പാണ് നമ്മുടെ ഇക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത്. എക്കണോമിക് സർവേയിൽ തന്നെ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. ദ എക്കണോമിക് സർവീസ് പ്രസന്റഡ് ഹൗ മെനി ഡേയ്സ് ബിഫോർ യൂണിയൻ ബഡ്ജറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർലമെന്റിൽ യൂണിയൻ ബഡ്ജറ്റിന് മുമ്പായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര ദിവസം മുമ്പാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്? അതും ചോദിച്ചിട്ടുണ്ട്. 1 day, 2 days, 7 days or 15 days? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1 day ബിഫോർ ദ യൂണിയൻ ബഡ്ജറ്റ് ആണ് എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യുന്നത്. Next question, India has won 8 Olympic gold medals for hockey. Hockey 8 times gold medal കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്ക്. When was the last time that team India won gold medal? 1976, 1980, 1984, 1988. ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നവരാണെങ്കിൽ അറിയാം, ബിക്കോസ് ഈ വർഷം നമുക്ക് ഒരു മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോക്കിക്ക്. അപ്പൊ ആ സമയത്ത് ധാരാളമായി ന്യൂസിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, ഏതൊക്കെ മെഡൽ കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് മെഡൽ ഫസ്റ്റ് കിട്ടിയത് എപ്പോഴാണ്, ലാസ്റ്റ് കിട്ടിയത് എപ്പോഴാണെന്നൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. സോ ലാസ്റ്റ് കിട്ടിയത് ഗോൾഡ് മെഡൽ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 1980 ലാസ്റ്റ് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത് ഹോക്കിയിൽ. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഒളിമ്പിക്സ് ഗെയിമിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് കിട്ടിയത് എന്താണ്? ബ്രോൺസ് മെഡൽ ആണ് കിട്ടിയത്. ഓക്കെ, ആദ്യമായിട്ട് കിട്ടിയത് എപ്പോഴാണ് ഗോൾഡ് മെഡൽ? ഇൻഡിപെൻഡൻസിനൊക്കെ മുമ്പായി 1928 ഇന്ത്യൻ ഹോക്കി ടീമിന് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 8 times ആണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് കിട്ടിയത് 1928 ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 1980 എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയതും ചോദിക്കാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എപ്പോഴാണ്? 1928. അടുത്ത ചോദ്യം,
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ? രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണോ, ഓപ്പോസിഷൻ ലീഡർ ആണോ, സ്പീക്കർ ആണോ, വൈസ് പ്രസിഡന്റ് ആണോ? എക്സ്പ്ലനേഷൻ പോലും വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻ അല്ലെ. രാജ്യസഭ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഓക്കെ. Which of the following statements is not true about the angiosperms? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് ക്ലാസിഫിക്കേഷനിൽ കണ്ട ഒരു ഗ്രൂപ്പാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. സോ ഈ കൊടുത്തിരിക്കുന്നതിൽ ആൻജിയോസ്പേംസിനെ പറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് നോട്ട് ട്രൂ. They have stem, root, leaf. Conifers, cycads, ginkgo are examples of angiosperms. They have to undergo pollination before reproduction. The flower carries the reproductive organs. ഈ ടോപ്പിക്സ് ഒക്കെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. സോ അതിനുള്ള പ്രൂഫാണ്, പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇതില് ആൻജിയോസ്പേംസിനെ പറ്റി അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. കോൺഫേഴ്സ്, സൈക്കഡ്സ്, ജിങ്കോ എന്നൊക്കെ പറയുന്നത് ജിംനോസ്പേംസ് ആണ്, ആൻജിയോസ്പേംസ് അല്ല. ഓക്കെ. അപ്പോ ഈ ടേംസ് ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ക്വിക്ക് ആയിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. പ്ലാന്റ് കിങ്ഡം നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ക്രിപ്റ്റോഗ്യാംസും ഫാനറോഗ്യാംസും. ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നത് ചെടികളിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, സീഡ്സ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ പൂവും അതുപോലെ തന്നെ സീഡ്സും ഇല്ലാത്ത ചെടികളെ നമ്മൾ പറയുന്ന പേരാണ് ക്രിപ്റ്റോഗ്യാംസ്. പൂച്ചെടിയുള്ളതിനെയാണ് നമ്മൾ ഫാനറോഗ്യാംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്രിപ്റ്റോഗ്യാംസ് നമ്മൾ പറഞ്ഞു ഇതിന് പൂവില്ല, അതുപോലെ തന്നെ സീഡ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ചെടികളായിരിക്കും അല്ലെ, അഡ്വാൻസ്ഡ് ആയിട്ടില്ല, ഡെവലപ്മെന്റ് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പൊ ഇതാണ് പ്രിമിറ്റീവ് ഗ്രൂപ്പ്. ഇതിന്റെ അകത്ത് വീണ്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഹാലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഇതൊക്കെയാണ് ഹാലോഫൈറ്റ. താലസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെറുതെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ. അതിന് ഇന്ന റൂട്ട്, സ്റ്റെം, ലീഫ് എന്നൊന്നും നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബോഡി, ഒരു സ്ട്രക്ചർ, അതാണ് നമ്മുടെ ഹാലോഫൈറ്റ. ഹാലോഫൈറ്റ എന്ന് പറയുന്നത് പ്ലാന്റ് ബോഡി ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീഫ്. ഓക്കെ. അപ്പൊ ആ ചെടി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് റൂട്ട്, ഏതാണ് സ്റ്റെം, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു പച്ച കളർ സ്ട്രക്ചർ, അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ബ്രയോഫൈറ്റ എന്ന് പറയുന്നതില് റൂട്ട്, സ്റ്റെം, ലീഫ് ഒന്നുമില്ല, പക്ഷെ അതുപോലെ ഇരിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ. ഇതൊന്നും ട്രൂ റൂട്ട്, സ്റ്റെം, ലീഫ് അല്ല, പക്ഷെ അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയൊക്കെ തോന്നും. അതല്ല എന്ന് പറയാൻ കാരണം ഇതിന്റെ അകത്ത് വാസ്കുലർ ടിഷ്യൂസ് ഒന്നുമില്ല. എന്താണ് വാസ്കുലർ ടിഷ്യൂസ്? സൈലം, ഫ്ലോയം, അതൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ സ്ട്രക്ചർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ ഇരിക്കുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാം, പക്ഷെ വാസ്കുലർ ടിഷ്യൂ ഇല്ല. അടുത്തത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത് ഇതില് വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ പ്ലാന്റ്സിന് പ്രോപ്പർ റൂട്ടും സ്റ്റെമ്മും ലീഫും എല്ലാം വന്നു, പക്ഷെ ഇത് ഫ്ലവേഴ്സും സീഡും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ചെടി പോലെയൊക്കെ ഇരിക്കും, വലിയ ഒരു ചെടിയൊക്കെ ആയിട്ടിരിക്കും, പക്ഷെ ഇതിന്റെ അകത്ത് സീഡും ഇല്ല, ഫ്ലവറും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ മൂന്നെണ്ണം വരുന്നത് ക്രിപ്റ്റോഗ്യാംസിന്റെ അകത്താണ്. എന്തൊക്കെയാണ്? ഹാലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. അപ്പൊ ഇതെന്തായിരുന്നു? ഫ്ലവേഴ്സും സീഡ്സും ഇല്ലാത്ത പ്ലാന്റ്സ്. ഇനി ഫ്ലവേഴ്സും സീഡ്സും ഉള്ള പ്ലാന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഈ സീഡ്സ് നേക്കഡ് ആണ്, അതായത് സീഡ്സ് ഫ്രൂട്ടിന്റെ അകത്തല്ല. ഓക്കെ. നേക്കഡ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഓറഞ്ചിന്റെ ആയാലും ആപ്പിളിന്റെ ആയാലും മാങ്ങയുടെ ഒക്കെ സീഡ്സ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അത് ഫ്രൂട്ടിന്റെ അകത്ത് എൻക്ലോസ്ഡ് ആണ്. അങ്ങനെയുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. അതാണ് ഹയസ്റ്റ്, മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ഇനി നേക്കഡ് ആയിട്ടുള്ള സീഡ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സൈക്കസ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സൈക്കസ്, കോണിഫേഴ്സ് ഒക്കെയാണ് ജിംനോസ്പേംസിന്റെ എക്സാമ്പിൾ. ക്ലിയർ ആയില്ലേ? പ്ലാന്റ് കിങ്ഡം രണ്ടായിട്ട് തിരിച്ചു. ഫ്ലവേഴ്സും സീഡ്സും ഇല്ലാത്തത്, ഫ്ലവേഴ്സും സീഡ്സും ഉള്ളത്. ക്രിപ്റ്റോഗ്യാംസും ഫാനറോഗ്യാംസും. ക്രിപ്റ്റോഗ്യാംസ് വീണ്ടും ഹാലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ആൻഡ് ഫാനറോഗ്യാംസിനെ ആൻജിയോസ്പേംസും ജിംനോസ്പേംസുമായിട്ട്. Which of the following terms are not associated with banking sector? Zero over, collateral, interest rate swaps or repo rate. ഇതിൽ ഏതാണ് ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധമില്ലാത്ത ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളാറ്ററൽ,
ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആൻഡ് റെപ്പോ റേറ്റ്സ്, ഇത് മൂന്നെണ്ണം ബാങ്കിങ് സെക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലാത്തത് 0 ഓവർ ആണ്. ഓക്കെ. The Long Walk to Freedom is an autobiography of. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേല, ജോൺ എഫ് കെനഡി, മാർട്ടിൻ ലൂതർ കിങ് ഓർ എബ്രഹാം ലിങ്കൺ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ ലോങ് വാക്ക് ടു ഫ്രീഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഇസ് നോൺ ആസ് ദക്ഷിണ ഗംഗ? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? കൃഷ്ണ, ഗോദാവരി, പെരിയാർ ഓർ കാവേരി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഗോദാവരിയാണ്. ഓക്കെ. അപ്പൊ ജി എന്ന് ഓർത്താൽ മതി. ഗംഗ ഇവിടെ ജി തന്നെയാണ്, ഗോദാവരി. ഓക്കെ. അപ്പൊ ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയുന്നത്. അടുത്ത ചോദ്യം, ഗീത ഗോപിനാഥ് became the first woman to occupy the position of chief economist of World Trade Organization, UNESCO, World Bank or International Monetary Fund? ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ഈ ഒരു പോയിന്റ് നേരത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഗീത ഗോപിനാഥ് ഏത് ഓർഗനൈസേഷന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിരുന്നു? ആണ് 2019 തൊട്ടാണ്. അപ്പൊ ഏത് ഓർഗനൈസേഷന്റെ ആണ്? ഓപ്ഷൻ ഡി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റേതാണ്. ഓക്കെ. ഞാൻ പറഞ്ഞു 2013 തൊട്ടാണ് ഗീത ഗോപിനാഥ് ഇതിന്റെ ചീഫ് ഇക്കണോമിസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയേണ്ടത് കമന്റ് സെക്ഷനിൽ ആൻസർ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. ഓക്കെ. സോ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് സെക്ഷനിൽ ഇടുക. Which of the following statement describes an endemic species? Endemic species എന്ന് വെച്ചാൽ എന്താണ്? Species with less population may move to the category of endangered species. Species that are not found existing after intense search. Species that are found only in some particular areas. Species that have come from abroad. Okay. അപ്പോൾ സ്പീഷീസ് അതിന്റെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതല്ല കുറെ തപ്പിയിട്ടും ഈ സ്പീഷീസിനെ എങ്ങും കണ്ടില്ല. സോ ദേ ആർ നോട്ട് ഫൗണ്ട് എക്സിസ്റ്റിംഗ്. പിന്നെ അതല്ല ചെറിയ ഏരിയാസിൽ മാത്രം, ഒരു പെർട്ടിക്കുലർ ഏരിയാസിൽ മാത്രം കണ്ടുവരുന്ന സ്പീഷീസ് ആണോ അതോ അബ്രോഡിൽ നിന്ന് നമ്മൾ, അതായത് ആ ഒരു കൺട്രിയിലല്ല, കൺട്രിക്ക് വെളിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സ്പീഷീസിനെയാണോ പറയുന്നത് എൻഡമിക് സ്പീഷീസ് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്പീഷീസ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമുക്ക് കണ്ടുവരുന്ന സ്പീഷീസ്, അതാണ് എൻഡമിക് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. എൻഡമിക് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ, അതായത് ആ ഒരു ഏരിയയിൽ മാത്രം കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, അതിന്റെ പോപ്പുലേഷൻ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല, നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് എൻഡേഞ്ചേർഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. The holy place of Jains, Shravanabelgola, is situated in which district of Karnataka? പലർക്കും അറിയാമായിരിക്കും ശ്രാവണബെൽഗോള കർണാടകയിലാണ്. എന്നാൽ കർണാടകയിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിമോഗ, ഹസൻ, മൈസൂർ ഓർ ബെല്ലരി? ഇവിടെ എവിടെയാണ് ശ്രാവണബെൽഗോള? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹസനിലാണ് ശ്രാവണബെൽഗോള. ജെയിൻസിന്റെ ഒരു ഹോളി പ്ലേസ് ആണിത്. A solution of which of the following is required to test the presence of protein? പ്രോട്ടീൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്? കോപ്പർ സൾഫേറ്റ് ആൻഡ് കോസ്റ്റിക് സോഡ, അയോഡിൻ ആൻഡ് കോസ്റ്റിക് സോഡ, കോപ്പർ സൾഫേറ്റ് ആൻഡ് അയോഡിൻ സൊല്യൂഷൻ ഓർ അയോഡിൻ സൊല്യൂഷൻ? ഇതിൽ എന്താണ് യൂസ് ചെയ്യുന്നത് പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കോപ്പർ സൾഫേറ്റ് ആൻഡ് കോസ്റ്റിക് സോഡയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ. ഇതിനെയാണ് നമ്മൾ ബൈയൂറേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബൈയൂറേറ്റ് ടെസ്റ്റ് ആണ് കോപ്പർ സൾഫേറ്റ് ആൻഡ് കോസ്റ്റിക് സോഡ വെച്ച് യൂസ് ചെയ്യുന്നത്. കോസ്റ്റിക് സോഡ തന്നെയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH എന്നും പറയുന്നത്. കോപ്പർ സൾഫേറ്റിന്റെ പേര് പറയുന്ന മറ്റൊരു പേര് എന്താണ്? കോമൺ ആയിട്ട് ബ്ലൂ വിട്രിയോൾ എന്ന് പറയാറുണ്ട് അല്ലെ. കോപ്പർ സൾഫേറ്റിനെയാണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗോൽക്കൊണ്ട ഫോർട്ട്. ഗോൽക്കൊണ്ട ഫോർട്ട് വാസ് ബിൽഡ് ഇൻ 13th century by which dynasty? ഏത് ഡൈനസ്റ്റിയാണ് ഗോൽക്കൊണ്ട ഫോർട്ട് ബിൽഡ് ചെയ്തത്? ഗോൽക്കൊണ്ട ഫോർട്ട് എവിടെയാണ്? ഹൈദരാബാദിലാണ് അല്ലെ. ഇത് ബിൽഡ് ചെയ്തത് ഏത് ഡൈനസ്റ്റിയാണ്? കാക്കത്തിയ, ചോള, പെരിയാർ ഓർ ചാലുക്യ? ഇതിൽ ഏത് ഡൈനസ്റ്റിയാണ് ഗോൽക്കൊണ്ട ഫോർട്ട് പണിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാക്കത്തിയാണ്. ഓക്കെ. ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, when is National Sports
ഡേ മിസ് ഔട്ട് ആയത്. നാഷണൽ സ്പോർട്സ് ഡേ ഒബ്സർവ്ഡ് August 26th, August 27th, August 28th or August 29th എന്നാണ് നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 2012 തൊട്ടാണ്. ഓക്കെ, 2012 തൊട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 29th നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഡേറ്റ് സെലക്ട് ചെയ്യാൻ കാരണം ഇത് ബർത്ത് ആനിവേഴ്സറി ഓഫ് മേജർ ധ്യാൻചന്ദ് ആണ്. മേജർ ധ്യാൻചന്ദ് ആരാണ്? ഇന്ത്യൻ ഹോക്കി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഹോക്കി പ്ലേയേഴ്സിൽ വെച്ച് വളരെ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു മേജർ ധ്യാൻചന്ദ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഓഗസ്റ്റ് 29th. ഓക്കെ, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2012 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ സെഷനിലെ 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരും കമന്റ് സെക്ഷനിൽ ഇടുക. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലെയുള്ള മറ്റൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.